പഠനത്തിനായിട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. In the precious name of our Lord and Savior Jesus Christ, greeting to all who have joined us on this platform for this meeting. ദൈവിക ത്രിയേകത്വം എന്നുള്ള വിഷയമാണല്ലോ നാം പഠിക്കാനായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. We started off for the topic as triunity in God. നാം കഴിഞ്ഞ ആഴ്ച ഓർത്തതുപോലെ ബൈബിളിലെ അടിസ്ഥാനപരമായ ഉപദേശ സത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ത്രിയേക ദൈവം എന്നുള്ളത്. So as we remembered last time also, this is one of the fundamental and core doctrines, which is the triunity in God. ഏകദൈവ വിശ്വാസം പഠിപ്പിക്കുന്ന വേറെയും മതങ്ങളുണ്ട്. എന്നാൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് ആ ഏകത്വത്തിൽ monotheistic God or study of a single God there are many religions which talk about the same thing. However, it is the God of the Bible which has this unique character of triunity. Uncle has dropped. Maybe he has some network issue. Okay. ശരിയായോ? അങ്ങളെ ബ്രേക്ക് ആവുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നമാണോ? ഇപ്പോഴും ഇങ്ങനെ കേക്കാം അച്ഛാ. കേക്കാം. ചെയ്തോ അച്ഛാ. ഓക്കെ. ദൈവിക ത്രിയേകത്വമുള്ള വിഷയം ആണ് നാം കഴിഞ്ഞ ആഴ്ച പഠനം ആരംഭിച്ചത്. We started off about the triunity of God. അങ്ങളെ പിന്നെ ഡ്രോപ്പ് ആയോ? I think there is a network issue. അങ്ങളെ ഒട്ടും കേൾക്കുന്നില്ല. ഇപ്പം അങ്കിള് ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട്. ഇവിടെ പെട്ടെന്നത് കട്ടാകുന്നു, വീണ്ടും വരുന്നു. ഓക്കെ. ഓക്കെയാണോ? ഇപ്പം വരുന്നുണ്ട് അച്ഛാ. ഹോപ്പ്ഫുള്ളി ഇറ്റ് ഡസ് നോട്ട് ഡ്രോപ്പ് ഔട്ട്. ഓക്കെ. ഞാനിപ്പോൾ വീട്ടിലല്ല, കോയമ്പത്തൂര് ഒരു ക്യാമ്പിനോട് ബന്ധപ്പെട്ടാണ്. അവിടെ ഞാനിപ്പോ താമസിക്കുന്ന മുറിയിലാണ്. അപ്പൊ ഇവിടെ റേഞ്ചിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കണം. സോറി. ഓക്കെ, ഏതായാലും വിഷയം തുടരാം അല്ലേ? ഓക്കെ. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ഏക ദൈവമാണ് എന്നുള്ളതാണ് നാം കഴിഞ്ഞ ആഴ്ച കണ്ട പ്രധാനപ്പെട്ട ഒരു ആശയം. So one of the most important thing that we understood last week, that the God which has been revealed in the Bible is one. ദൈവം ഏകൻ എന്ന് തെളിയിക്കുന്ന 10 വാക്യങ്ങളാണ് പ്രധാനമായിട്ട് പഴയ നിയമത്തിൽ 5 പുതിയ നിയമത്തിൽ 5 നാം കഴിഞ്ഞ ആഴ്ച കണ്ടത്. We pondered upon about his character of being oneness, 5 verses from the Old and 5 in the New Testament. ആ വാക്യങ്ങളെല്ലാം പറയുന്നു ദൈവം ഏകനാണ്, ഏക സത്യ ദൈവമാണ്, ദൈവം ഒരുവനേ ഉള്ളൂ എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. So we've been repeatedly hearing about him being one, and there is only one God, and that understanding has been revealed throughout. എന്നാൽ ആ ഏക ദൈവത്തിൽ ഒരു ബഹുത്വമുണ്ട് എന്നുള്ളതിന്റെ ഏതാനും സൂചനകളും നാം തിരുവെഴുത്തിൽ നിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി.
We also happen to ponder upon few indications from the scripture. In this, oneness of God, there is plurality. അതില് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് ബൈബിളിന്റെ ആദ്യം മുതൽ തന്നെ ഏകം എന്നുള്ളതിൽ ഒരു ബഹുത്വമുണ്ട് എന്നുള്ളതിന്റെ നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നതാണ്. So we also happen to ponder upon many illustration right from the starting of the scriptures about in the oneness there are plurality through different illustrations. ഒരു ദിവസം എന്ന് പറയുന്നതിനകത്ത് രണ്ട് ഘടകങ്ങളുണ്ട്. So if you say about one day, it has got multiple elements into it. ഒരു ദേഹം എന്ന് പറയുമ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ട്. So when you talk about one body, it talks about husband and wife or man or a woman. ദേഹം, ദേഹി, ആത്മാവ് മൂന്ന് ഘടകങ്ങൾ ചേർന്നതാണ് ഒരു മനുഷ്യൻ. So we also pondered about as to what constitutes a man, which is the heart, the mind, body, and soul. അത് മാത്രമല്ല, ഏകൻ എന്നുള്ളതിന് ബൈബിളിന്റെ പഴയ നിയമത്തിന്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏകദ് എന്ന പദമാണ്. So of one, when it says the usage of the original text is called ekad. ആ ഏകദ് എന്ന പദവും യാഖിദ് എന്ന ഒരു എബ്രായ പദമുണ്ട്. അത് തമ്മിൽ അർത്ഥത്തിൽ വളരെ വ്യത്യാസമുണ്ട്. Ekad and Yachid as God, they are used for the same thing. They are used in a similar way, but has got different meanings to it. ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്ത് ഏകദ് എന്ന ബഹുവചന പദം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നിൽ ബഹുത്വമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. So wherever it is been mentioned about God, it is the word Ekat that is been used, and that Ekat means one but has got plurality in it. അതിന്റെ ചില തെളിവുകൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. And we have pondered upon certain evidences or proofs about the same in the scripture last week. അത് മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ ദൈവം എന്ന വാക്ക് നാം കാണുന്നുണ്ട്. അവിടെ മുതല് ത്രിയേക ദൈവത്തെ വെളിപ്പെടുത്തുന്നിടത്തൊക്കെ എലോഹീം എന്ന ഒരു ബഹുവചന നാമമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. So if you go back to the first book, in Genesis chapter 1 and verse 1, it talks about God right from there, and the word which is used is Elohim. Again, it has got one God but plurality in it. സൃഷ്ടിയോട് ബന്ധപ്പെട്ടും മറ്റു പല സന്ദർഭങ്ങളിലും ദൈവം നാം, നമ്മുടെ എന്നൊക്കെ പറയുന്നതും ഒരു ബഹുത്വ ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത്. So in relation to creation again and certain other instances, God uses the word we or us, which again talks about or indicates about plurality. ഇതെല്ലാം ഏക ദൈവത്തിൽ ഒരു ബഹുത്വമുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളായിട്ടാണ് നാം കണ്ടത്. So we looked upon all these instances as a proof of one God and plurality in that one God. എന്നാൽ ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് ആ ബഹുത്വം എന്ന് പറയുന്നത് 3 വ്യക്തിത്വങ്ങളാണ് എന്നുള്ളതിന്റെ ബൈബിളിലെ ചില തെളിവുകളാണ്. So today what we are going to look into is in that plurality we got 3 persons, and we're going to understand those things in that way. ബഹുത്വം എന്ന് പറയുമ്പോൾ ഒന്നിലധികം എന്നേ അർത്ഥമുള്ളൂ. 2 ആകാം, 3 ആകാം, അതിൽ കൂടുതലാകാം. എന്നാൽ ദൈവീക തൃത്വം എന്നുള്ളത് ഏകത്വത്തിൽ 3 ഘടകങ്ങൾ എന്നുള്ളത് മാത്രമാണ്. See, when we talk about plurality, it can be 1, 2, 3 or any number, but when it comes to God, it is plurality and it is triune or a trinity in that God. So it's 3 elements to it. എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 വ്യക്തിത്വങ്ങൾ ചേർന്ന ഏക ദൈവത്തെയാണ് ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. So what we see in the Bible, it's God the Father, God the Son, God the Holy Spirit, the triune God forming that one God. പിതാവ് എങ്ങനെ ദൈവമായിരിക്കുന്നു അതുപോലെ പുത്രനും ദൈവമാണ്, അതുപോലെ പരിശുദ്ധാത്മാവ് ദൈവമാണ്. As to how God the Father is God, similarly the Son and the Holy Spirit are also God in that similar way.
അതുപോലെ തന്നെ ഈ മൂന്ന് വ്യക്തിത്വങ്ങളാ, പിതാവ് എങ്ങനെ ഒരു പൂർണ്ണ വ്യക്തിയായിരിക്കുന്നോ അതേ അളവിൽ പുത്രൻ ഒരു പൂർണ്ണ വ്യക്തിയാണ്, പരിശുദ്ധാത്മാവിനും പൂർണ്ണ വ്യക്തിത്വമുണ്ട്. So as how God the Father is a person and complete, similarly God the Son and the Holy Spirit are also complete person in themselves. ഈ ആശയത്തെ മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇത് മൂന്നും കൂടെ ചേർത്ത് ഒന്നാണ് എന്ന് പറയുന്ന ഒരു വാക്യം നേരിട്ട് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. See, what makes it difficult to understand or believe in is because when there is no specific word which says in the Bible that this triune God is constituting to one. അങ്ങനെ മൂന്നും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് എന്ന് പറയുന്ന ഒരു വാക്യം ഒരുപക്ഷെ നമ്മുടെ മലയാള ബൈബിളിലോ ഇംഗ്ലീഷിലെ പല വേർഷൻസിലോ കാണില്ല. എന്നാൽ നമ്മുടെ കയ്യില് ന്യൂ കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കിയാൽ അറിയാം. അതിൽ 1 John 5:7 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഫാദർ, ദ വേർഡ് ആൻഡ് ദ ഹോളി ഗോസ്റ്റ്, ദീസ് ത്രീ ആർ വൺ. അങ്ങനെ പറയുന്ന ഒരു വാക്യമുണ്ട്. So if you look in NKJV, if you look into Malayalam or different versions of English, you might not find this all coming together or a singular verse, but in NKJV version, 1 John chapter 5 and verse 7, it says, for there are three that bear witness in heaven, the Father, the Word, and the Holy Spirit, and these three are one. അപ്പം അത് മൂന്നും കൂടെ ഒന്നാണ് എന്ന് പറയുന്ന ഒരു വാക്യം ബൈബിളിൽ ഉണ്ട്. നമ്മുടെ എല്ലാ പരിഭാഷയിലും കാണുന്നില്ല. NKJVയിൽ അങ്ങനെ തന്നെ വ്യക്തമായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നുമുണ്ട്. See, all the translations might not have this similar usage, but in 1 John chapter 5 and verse 7 in NKJV, it gives you that usage or saying all the three are one. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദ ഫാദർ, ദ വേർഡ് ആൻഡ് ദ ഹോളി ഗോസ്റ്റ് എന്ന ആ വേർഡ് എന്നുള്ളത് വചനം, അത് യേശു ക്രിസ്തുവിന് കൊടുത്തിട്ടുള്ള ഒരു ടൈറ്റിലാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. So here it says the Father, the Word, and now the Word is denoting to the Lord Jesus Christ. You can refer to Gospel of John chapter 1 and understand how it is similar. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, the word became flesh and dwelt among us. വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു എന്ന്. The Gospel of John chapter 1 and verse 14, it says the Word became flesh and dwelt among us. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവന് ദൈവവചനം എന്നു പേർ എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. So when you come to book of Revelation, it says, Jesus Christ has got the Word as a name or a title to him. അപ്പം NKJVയിലെങ്കിലും നമുക്ക് ഇത് മൂന്നും കൂടെ ചേർത്ത് ഒന്ന് എന്ന് പറയുന്ന ഒരു വാക്യം ഉണ്ട് എന്നുള്ളത് ഈ വിഷയ പഠനത്തിൽ ഒരു വലിയ സഹായമാണ്. One of the things which is helpful that we have a translation in which it says all this triunity in God is mentioned together and they are being one. എന്നാൽ നമ്മുടെ മറ്റ് വേർഷൻസിലും മലയാളത്തിലും ഒക്കെ ഈ മൂന്ന് വ്യക്തികളെയും കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെ ആ മൂന്നും തമ്മിലുള്ള തുല്യതയെ വെളിപ്പെടുത്തുന്ന ആശയമാണ്. So in all of the other versions, maybe in Malayalam or English, all of them are being set together and they have got equality in that is what we can understand. നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണത്തിനും തൊട്ട് മുമ്പ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു കൽപ്പന മത്തായി സുവിശേഷത്തിന്റെ ഏറ്റവും ഒടുവിലായിട്ട് വായിക്കുന്നുണ്ട്. Gospel of Matthew, and the last chapter of which we see the great commission that has been given by the Lord Jesus Christ. അവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ സ്നാനത്തിന്റെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. So one of the things which is mentioned over there is when the Lord is giving that great commission to the disciples that they should be baptized in the name of the Father and of the Son and of the Holy Spirit. അവിടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്. There specifically God the Father, God the Son and God the Holy Spirit is been individually mentioned. ഈ മൂന്ന് പേരുകളും പറഞ്ഞിട്ടുണ്ടെങ്കിലും
അതോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് ഏകവചനമാണ് എന്ന് പറഞ്ഞാൽ ഇൻ ദ നെയിംസ് എന്നല്ല, ഇൻ ദ നെയിം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിൽ എന്നല്ല, നാമത്തിൽ ഏകവചനം ഉപയോഗിച്ചിരിക്കുന്നു. So please refer to that portion of scripture, Matthew Gospel of Matthew chapter 28 and verse 19. There it says, in the name of the Father and of the Son and the Holy Spirit. So it's a singular name and plural people that has been mentioned there. മൂന്ന് വ്യക്തികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എങ്കിലും ഏകവചനത്തിൽ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് മൂന്നും കൂടെ ചേർന്ന ഒന്ന് എന്നുള്ള ഒരാശയം നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. So the understanding that we get there is three persons which is mentioned, but the way it is addressed is in a singular form, meaning or indicating that they are one. അവിടെ മൂന്ന് പേരുകൾ ഉപയോഗിച്ചിരിക്കുമ്പോൾ സാധാരണ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു പക്ഷേ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ഗ്രേഡ്, റാങ്ക് വ്യത്യാസമുണ്ടോ എന്ന് തോന്നാം. എന്നാൽ അങ്ങനെ ഇല്ല എന്നുള്ളത് മറ്റു ദൃഷ്ടാന്തങ്ങളിലൂടെയും നമുക്ക് കാണാൻ കഴിയും. It's been mentioned in a certain order, the Father, the Son, and the Holy Spirit. It can give you a sense that there is a hierarchy there. But if you understand the scripture portions from different parts, we will understand that there is no hierarchy. It's all one. അങ്ങനെ പറയാൻ കാരണം സാധാരണ നമ്മളൊക്കെ അല്ലെ, നമ്മുടെ ചില ആളുകളൊക്കെ ഇങ്ങനെ പറയും, ദൈവിക തൃത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവ്, അല്ലെ ദൈവിക തൃത്വത്തിലെ ഒന്നാമനായ പിതാവ്, രണ്ടാമനായ പുത്രൻ എന്നൊക്കെ പറയാറുണ്ട്. ദൈവിക തൃത്വത്തിൽ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ എന്നിങ്ങനെയുള്ള ഗ്രേഡ് ഡിഫറൻസ് ഒന്നുമില്ല. So normally what happens is, when we say, many of us even say that the first person of the triune God the Father, the second person, the Christ, and the third person is Holy Spirit. When we say 1, 2, 3, we are kind of, in a way say grading, but there is no grading in this triune God. They are all one and all equal. സാധാരണ ഈ ഗ്രേറ്റ് കമ്മീഷൻ വേദഭാഗം എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് കൊണ്ടാണ് 1, 2, 3 എന്നുള്ള ആ ഒരു ഓർഡറോ അല്ലെങ്കിൽ ഒരു റാങ്കോ നമ്മുടെ മനസ്സിൽ പലപ്പോഴും വന്നു പോകുന്നത്. See, many a times because this Great Commission verse comes to our heart, and that's in a way influencing us to think there is those hierarchy of 1, 2, 3. എന്നാൽ ഇത് മൂന്നും കൂടെ ചേർത്ത് പറഞ്ഞിരിക്കുന്ന ധാരാളം വാക്യങ്ങൾ നമുക്ക് ബൈബിളിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. Especially in the New Testament, you can find all three being mentioned in multiple places. സാധാരണ നമ്മളൊക്കെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒടുവിൽ ഒരു ആശീർവാദം പറയും, ബെനഡിക്ഷൻ നമ്മൾ സാധാരണ പറയാറുണ്ട്. So after all the meetings that we normally have, we have after the end prayer there is a benediction. ആ ബെനഡിക്ഷൻ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. 2 Corinthians 13:14, കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ അത് വായിക്കുന്നത്. That benediction we can read in 2 Corinthians chapter 13 and verse 14. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. It reads like this: the grace of the Lord Jesus Christ and the love of God and the communion of the Holy Spirit be with you all. Amen. അവിടെയും ആശീർവദിക്കുന്നിടത്ത് ഈ മൂന്ന് വ്യക്തിത്വങ്ങളും ചേർന്ന് വരുന്നതായിട്ട് നാം കാണുന്നു. See, here again the mentioning of this benediction has got those mentioning of the three persons there. ഇവിടെ ആ ഗ്രേറ്റ് കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്ന ഓർഡറിലല്ല. ഇവിടെ പുത്രന്റെ പേരാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്, രണ്ടാമത് പിതാവിന്റെ പേരും മൂന്നാമത് പരിശുദ്ധാത്മാവിന്റെയും. Again, here if you look into, this is not in the order as it is mentioned in Gospel of Matthew in the Great Commission, but here the Son is been mentioned first, then the Father, and then the Holy Spirit. അപ്പോൾ ഈ മൂന്ന് വ്യക്തിത്വങ്ങൾ തമ്മിൽ ഓർഡറിൽ ഒന്നും അങ്ങനെ വ്യത്യാസമില്ല, മൂന്നും ഈക്വൽ ആണ്. എന്നാൽ ചിലയിടത്ത് ഒരു ഓർഡറിൽ പറഞ്ഞിരിക്കുന്നു, മറുവശത്ത് വേറൊരു ഓർഡറിൽ പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കാം. So through the scriptures, what we can really understand is
the mentioning of all the three in different scripture portions has got different orders. So does not mean one is above or one is below the other. They are all equal in the way that they are. അപ്പോൾ ഒന്ന് ഈ ഗ്രേറ്റ് കമ്മീഷനിൽ ഈ 3 പേരുകളും ചേർത്ത് വന്നിട്ടുണ്ട്. And one in the Great Commission Gospel of Matthew chapter 28 verse 19. രണ്ട് നമ്മളിപ്പം കണ്ടത് ആ ബെനഡിക്ഷനിൽ ഈ 3 വ്യക്തിത്വങ്ങളുടെയും പേര് ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ട്. And again in the benediction in 2 Corinthians chapter 13 verse 14, all the 3 names are mentioned. ആ ഗ്രേറ്റ് കമ്മീഷനിൽ ഇത് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ തന്നിരിക്കുന്ന കൽപ്പന സ്നാനത്തെ കുറിച്ചുള്ള കൽപ്പനയാണ്. So where in the context of the Great Benediction, the Great Commission, we see that the mentioning and the context is commandment about baptism. യേശു ക്രിസ്തുവിന്റെ സ്നാന സമയത്തും ഈ 3 വ്യക്തിത്വങ്ങളെയും നമുക്ക് ഒന്നിച്ച് കാണാൻ കഴിയും. During the baptism of the Lord Jesus Christ, we also see the presence of these three persons over there in that context. നമ്മള് സുവിശേഷങ്ങളിലെല്ലാം ഉണ്ട്. എന്നാൽ മത്തായി സുവിശേഷം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ആ സ്നാനത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. All the gospels mention of the baptism of Lord Jesus Christ, but in Gospel of Matthew chapter 3 verses 16 and 17 it mentions like this. ലൂക്കോസിന്റെ സുവിശേഷത്തിലുമുണ്ട് 3-ാം അധ്യായം 21-22 വാക്യങ്ങളില്. In Luke also we find chapter 3 21-22 we read about this again. മർക്കോസിന്റെ സുവിശേഷത്തിലും ഒക്കെ നമുക്ക് ഇതേ സംഭവം കാണാനായിട്ട് കഴിയും. In the Gospel of Mark again we read about the description of the same instance. അവിടെ സ്നാനപ്പെടുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ സ്നാനത്തോട് ബന്ധപ്പെട്ട് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് പരിശുദ്ധാത്മാവാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഉയരത്തിൽ നിന്ന് വിളിച്ചു പറയുന്നത് പിതാവാണ്. So here in all the instances Jesus Christ is the one who is getting baptized in the form of dove is the presence of the Holy Spirit. The voice that comes from above from the heaven is of God the Father. This is my beloved Son in whom I am well pleased. ബൈബിളിന്റെ ആദ്യം മുതലുള്ള ദൈവിക പ്രവൃത്തികൾ നമ്മൾ എടുത്തു നോക്കിയാൽ രക്ഷയോട് ബന്ധപ്പെട്ട് ഈ സ്നാനത്തോട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഈ 3 വ്യക്തിത്വങ്ങളും ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. So right from the beginning of the scriptures we see, may it be in the salvation, may it be in baptism, all of these 3 persons working together, we can find that there. നമ്മള് ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായങ്ങൾ വായിച്ചാൽ ദൈവം സകലത്തെയും സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണാം. So in Genesis, the beginning chapters, we see that God created everything. അവിടെ യഹോവ എന്ന ദൈവത്തെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. There the mentioning is Jehovah or Yahweh as being God who created. പഴയ നിയമത്തിൽ പലയിടത്തും ആ വാക്ക് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. So Yahweh is a word which has been used many instances in the Old Testament. ആ പ്രയോഗത്തിലൂടെ സൃഷ്ടാവ് പിതാവാം ദൈവമാണ് എന്ന ഒരാശയമാണ് നമുക്ക് ലഭിക്കുന്നത്. So many times with the usage of Yahweh, the understanding that we get out of that is God the Father is a creator. നമ്മൾ ആ ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായങ്ങളിലെ സൃഷ്ടിയുടെ വിവരണങ്ങൾ വായിച്ചാൽ സൃഷ്ടികളൊക്കെ കഴിഞ്ഞ് മനുഷ്യനെ സൃഷ്ടിക്കുന്ന വിധവും വരുന്നുണ്ട്. അപ്പോൾ അവിടെ നാം നമ്മുടെ സ്വരൂപത്തിൽ എന്നൊക്കെ പറയുമ്പോൾ പിതാവ് ദൈവിക തൃത്വത്തിലെ മറ്റുള്ളവരോട് പറയുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. So in the beginning chapters where he's creating everything and then it comes to the terms of human creation and then again it says let us make, we see how the triune God is involved in that creation. അപ്പൊ അവിടെ പഴയ നിയമത്തിൽ നമുക്ക് പിതാവ് എന്നുള്ള ഒരു ആശയം ലഭിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവാണ് സകലത്തിന്റെയും സൃഷ്ടാവ് എന്ന് പറയുന്നുണ്ട്. So in the Old Testament, in the beginning chapters, we get a kind of understanding it's God the Father who is the creator. But when you come to Gospel of John, we see as to the Son being the creator of the creation. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല.
So if you refer to Gospel of John chapter 1 verse 3, all things were made through him, and without him nothing was made that was made. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ സൃഷ്ടാവ് പുത്രനാണ്, യേശുക്രിസ്തുവാണ് എന്നാണ് അവിടെ പറയുന്നത്. So what it really means is everything that has been created, nothing is left out, everything is created through him. ഇത് പലയിടത്ത് നാം കാണുന്നുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിലും ക്രിസ്തുവിനെ സൃഷ്ടാവ് എന്നുള്ള നിലയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. In Colossians chapter 1 again we get an understanding about Lord Jesus Christ being the creator. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചത് പിതാവാം ദൈവമെന്ന് പഴയ നിയമത്തിൽ കാണുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മനുഷ്യനെ ഉൾപ്പെടെ സകലത്തെയും സൃഷ്ടിച്ചത് പുത്രനാണ് എന്ന് നാം കാണുന്നു. Okay, so in the Old Testament, we see God the Father being the creator, or we get an understanding him be the creator. When it comes to Gospel of John, we see including the creation of man, everything has been created by the Son. നമ്മള് ഇയ്യോബിന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ചാൽ വേറൊരു ആശയമാണ് നമുക്ക് ലഭിക്കുന്നത്. If you come to Job chapter 33 and verse 3, we get a different understanding or a different view from there. അവിടെ പറയാ, ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. അപ്പൊ അവിടെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. It's in English, it's verse 4. It says, the Spirit of God has made me, and the breath of the Almighty gives me life. So the Spirit of God making me, that is the understanding from there. അപ്പൊ ഈ മൂന്നും നമുക്ക് കാണാൻ കഴിയും. പിതാവാണ് സൃഷ്ടാവ്, പുത്രനാണ് സൃഷ്ടാവ്, ദൈവത്തിന്റെ ആത്മാവാണ് സൃഷ്ടാവ്. So we get all the understanding from the scriptures. The God the Father is the creator, God the Son, and God the Holy Spirit is the creator. ഇവിടെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ആ പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്ന കാര്യമാണ്. See, when it talks about creation or the word creation, what it specifically means is out of nothing, something is formed or everything is formed. അത് ദൈവത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. This is something very unique to God, that creating something from nothing. നമുക്കറിയാം, ഇന്നും ചിലര് ചില പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്, പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അല്ല സൃഷ്ടിക്കുന്നു എന്നൊക്കെ വേണേ പറയാം. പക്ഷെ അത് നിലവിലുള്ള എന്തെങ്കിലും റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചില പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ഫ്രം നത്തിങ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. Today also we talk about many people finding out something. We can term it probably as inventions, because they are not creating anything out of nothing. They are creating with things which are already present. So creating out of nothing can only be possible by the divine God himself. ഇംഗ്ലീഷിൽ തന്നെ ഇപ്പൊ ഉപയോഗിച്ച ആ രണ്ട് പദങ്ങൾ ആ അർത്ഥം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടാക്കുന്നതിന് സൃഷ്ടിക്കുക എന്ന് പറയാം, എന്നാൽ ക്രിയേറ്റിംഗ്, എന്നാൽ വിത്ത് റോ മെറ്റീരിയൽസ്. അതുകൊണ്ട് ഇൻവെൻഷൻ എന്ന പദമാണ് ഇംഗ്ലീഷിൽ പോലും ശരിയായിട്ട് നാം ഉപയോഗിക്കുന്നത്. So, we can always say that whatever the man's findings are with something which is already present, it is more in terms of invention. But with God, which is absolutely nothing, he is creating everything, and that's an attribute of God, and that's creation. അത് ദൈവത്തിന് മാത്രമുള്ള ഒരു കഴിവാണ്, ദൈവത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അത് ദൈവമായിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. And that is a speciality and ability of God, creating everything out of nothing, and that denotes about him being God and overall of everything. ആ സൃഷ്ടാവ് പിതാവാണെന്ന് ഉൽപ്പത്തി പുസ്തകം പറയുന്നു. ആ സൃഷ്ടാവ് പുത്രനാണെന്ന് യോഹന്നാന്റെ സുവിശേഷം പറയുന്നു. ആ സൃഷ്ടാവ് ദൈവത്തിന്റെ ആത്മാവാണെന്ന് ഇയ്യോബിന്റെ പുസ്തകത്തിലും നമ്മൾ വായിക്കുന്നു. So that creator who has the ability of creating everything from nothing is been mentioned as God the Father in the Old Testament. Gospel of John, it says God the Son, and in the book of Job we see that it is God the Holy Spirit. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തില് ഇത് മൂന്നും കൂടെ പറയുന്ന ചില വേദഭാഗങ്ങളുണ്ട്.
In First Corinthians chapter 12, there is certain verses which mentions about all of them there. പ്രത്യേകിച്ച് സഭയില് വ്യത്യസ്തങ്ങളായ കൃപാവരങ്ങൾ കൊടുത്തിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് 4, 5, 6 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. So about the diversities of gifts and gifts being given, we see in First Corinthians chapter 12 verses 4, 5, and 6. അവിടെ നിന്ന് ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീര്യപ്രവൃത്തിയിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. Now listen to this beauty of the verse. It says, there is diversity of God gifts, but the same Spirit. There are differences of ministry, but the same Lord. And there are diversities of activity, but it is the same God who works all in all. ഈ കൃപാവരങ്ങൾ വ്യത്യസ്തങ്ങളായ നിലകളിൽ കൊടുക്കുന്നത് ആരാണെന്ന് പറയുമ്പോൾ പറയുകയാണ്, സെയിം സ്പിരിറ്റ്, സെയിം സൺ, സെയിം ഗോഡ്. അഥവാ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നിനെയും ചേർത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്. See, it is the diversity of gifts, and it's been given, and it is again mentioned, the Spirit, the Lord, and God. So it is so beautifully mentioned about that in there. ഈ മൂന്നും കൂടെ ഒന്നിച്ചു പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 3 വാക്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. See, all of the 3 mentioned together, these are the important verses that we looked into. അതിലൊന്ന് ആ ഗ്രേറ്റ് കമ്മീഷനിലാണ്. അതിന്റെ ഓർഡർ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഓർഡറാണ്. So first we read about that, about mentioning in the Great Commission in Gospel of Matthew, about the order is God the Father, God the Son, God the Holy Spirit. നമ്മളെ ബെനഡിക്ഷനിൽ കണ്ട ഓർഡർ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. പുത്രൻ, പിതാവ്, ആത്മാവ് എന്ന ഓർഡറാണ് നാം കണ്ടത്. The benediction that we saw in 2 Corinthians chapter 12 and verse 13, that the order is the Son, the Father, and the Holy Spirit. ഇവിടെ കൃപാവരങ്ങൾ കൊടുക്കുന്നിടത്ത് ആ 2 ഓർഡറുമല്ല നമ്മൾ കാണുന്നത്. ആദ്യം ദ സെയിം സ്പിരിറ്റ്, ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. And in this, where it is been mentioned about giving away of the diverse gifts, the order says the Spirit first, then the Lord, and then God the Father. ഈ തൃത്വം, ഏക ദൈവം, 3 വ്യക്തിത്വങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങളിൽ ഈ ഓർഡർ മാറി മാറി വന്നിട്ടുണ്ട്. അത് തന്നെ സൂചിപ്പിക്കുന്നത് അത് തമ്മിൽ ഗ്രേഡിലൊന്നും വ്യത്യാസമൊന്നും ഇല്ല. എല്ലായിടത്തും ഒരേ ഓർഡർ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാം, 1-ാമൻ, 2-ാമൻ, 3-ാമൻ എന്ന് ചിന്തിക്കാം. പക്ഷെ അങ്ങനെയില്ല. ഈക്വൽ ഇൻ റാങ്ക്. അതാണ് നമ്മൾ ഈ ഓർഡറിലൂടെ കാണുന്ന ഒരു സത്യം. So what we have read through right now, 3 scripture portions in 3 different instances, we find all the 3 names we mentioned in different ways or different orders. What that points out is they are all equal. There is no grading or ranking. Had it been given in a certain pattern, we could have assumed that there is a hierarchy. But in these cases, it's very clear there is no hierarchy in between the 3 persons. നമ്മളിപ്പോ ഇവിടെ കൊരിന്ത്യ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങൾ വ്യത്യസ്തമാണെന്ന് പറഞ്ഞിരിക്കുന്ന ആ വേദഭാഗത്താണ് ഇത് 3ഉം കൂടെ കണ്ടത്. So here we read in 1 Corinthians where it is speaking about spiritual gifts, chapter 12 verses 4, 5 and 6. എന്നാൽ സഭയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള കൃപാവരങ്ങളുടെ ഒരു ലിസ്റ്റ്, ഏതൊക്കെ കൃപാവരങ്ങൾ എന്ന് പറയുന്ന 3 വേദഭാഗങ്ങളാണ് പുതിയ നിയമത്തിൽ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ കഴിയുന്നത്. So which all are the gifts that has been given to the church? There are 3 scripture portions where the list of those are being mentioned primordially. അതിലൊന്ന് ഇപ്പൊ നമ്മൾ വായിച്ച 6 കഴിഞ്ഞ് 1 കൊരിന്ത്യർ 12-ന്റെ 7 മുതലുള്ള ചില വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ കൃപാവരങ്ങൾ നൽകുന്നു. ചിലർക്ക് ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, വിശ്വാസം, രോഗശാന്തി, ഇങ്ങനെ ഓരോ ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. So again, continuation to 1 Corinthians chapter 12 verses 7 and 8, then there says manifestation of the Spirit gives each one the word of wisdom, the word of knowledge, and there is a list of spiritual gifts which is mentioned there. അത് പറഞ്ഞിട്ട് അതിന്റെ 11-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുന്നു, ഇതെല്ലാം തരുന്നത്
പരിശുദ്ധാത്മാവ് താൻ ഇച്ഛിക്കുന്നത് പോലെയാണ്. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. So again in verse 11 lies the beauty. It says, but one and the same Spirit works all these things, distributing to each one individually as he wills. അപ്പൊ ഈ കൃപാവരങ്ങളെ സഭയ്ക്ക് കൊടുക്കുന്നത് ആരാണെന്ന് ഇവിടെ 11-ാം വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവാണ്. So here it says who gives this spiritual gifts to the church. It's in this it is very mentioned that it is the Spirit of God which does it. ഈ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ എന്നാണ് നമ്മൾ സാധാരണ അതേക്കുറിച്ച് പറയാറുള്ളതും, അല്ലെ? കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ട വരങ്ങൾ എന്ന് നാം സാധാരണ പറയാറുമുണ്ട്. We normally term it as the spiritual gifts, or the gift which is been given by the Holy Spirit. എന്നാൽ റോമാലേഖനം 12-ാം അധ്യായത്തിൽ അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ വേറെ ചില കൃപാവരങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. So if you come to Romans chapter 12 and verse 3 onwards, you'll see there is another list of spiritual gifts which has been mentioned. അതിന്റെ 6-7 വാക്യങ്ങളിലൊക്കെ വരുമ്പോൾ കുറെ വ്യത്യസ്തങ്ങളായ കൃപാവരങ്ങളുടെ ഒരു ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. Verses 6 and 7 onwards, there's a list that has been given there. അത് ആരാണ് ആ കൃപാവരങ്ങൾ കൊടുക്കുന്നതെന്ന് 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം വിശ്വാസത്തിന്റെ അളവിനനുസരിച്ച് പങ്കിട്ട് കൊടുക്കുന്നത് ദൈവം അഥവാ പിതാവ് എന്ന ആശയമാണ് റോമാലേഖനം തരുന്നത്. So it's in 6 and 7 where it gives the list. In verse 3 we find out who gives that, and it says in the latter portion of verse 3, God has dealt each one a measure of faith. So God is the one who is doing, the God the Father. That's the emphasis there. അപ്പം 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് തരുന്നു എന്ന് പറയുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പിതാവ് തരുന്നു എന്ന് നാം വായിക്കുന്നു. So 1 Corinthians chapter 12, there we see the Spirit of God, the Holy Spirit, which is giving away that gifts. In Romans chapter 12, we find God the Father giving away that Spirit, giving away that gift. കൃപാവരങ്ങളുടെ ലിസ്റ്റ് പറയുന്ന 3-ാമത്തെ വേദഭാഗം എഫേസ്യ ലേഖനം 4-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളാണ്. Ephesians chapter 4 and verses 7 onwards is the third list that we find, which is talking about the spiritual gifts. അവിടെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ദാനമാണ് എന്നാ. There we see, but each one of us grace was given according to the measure of Christ's gift there. So it is Jesus Christ who is giving the gifts there. എന്നിട്ട് താഴോട്ടുള്ളതിന്റെ 11-ാം വാക്യത്തിൽ ചില ഗിഫ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി ഒക്കെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. See verse 11, it says he himself gave some to be apostles, some to be prophets, some to be evangelists. So he himself, that's the emphasis. അപ്പം സഭയ്ക്ക് കൃപാവരങ്ങളെ തന്നിരിക്കുന്നത് ആരാണ്? So who has given the spiritual gifts to the church? 1 കൊരിന്ത്യർ 12-ാം അധ്യായം പറയുന്നു പരിശുദ്ധാത്മാവാണെന്ന്. 1 Corinthians chapter 12, it talks about the Spirit of God, the Holy Spirit, which gives away the gifts. റോമാലേഖനം 12-ാം അധ്യായം പറയുന്നു പിതാവാണെന്ന്. Romans 12, it says God the Father is giving the gifts. എഫേസ്യ ലേഖനം 4-ാം അധ്യായം പറയുന്നു ക്രിസ്തുവാണ് തരുന്നതെന്ന്. And Ephesians 4, it says that the Spirit of Jesus Christ gives away the gifts. ഈ കൃപാവരങ്ങളുടെ ലിസ്റ്റ് പറയുന്ന 3 വേദഭാഗങ്ങൾ ഉള്ളതിൽ 3-ഇടത്തും 3 വ്യക്തികൾ തരുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. The spiritual gifts and its list is mentioned in 3 different portions, and 3 different portions we see 3 different persons giving away that gifts. അപ്പൊ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത് കൃപാവരങ്ങൾ തരുന്നതും ദൈവമാണ്. So what we can understand in essence is the spiritual gifts are being given by the triune God, the Trinity God.
അപ്പം സൃഷ്ടാവ് എന്നുള്ള നിലയിൽ ത്രിയേക ദൈവത്തെ നാം കാണുന്നു. കൃപാവരങ്ങൾ സഭയ്ക്ക് നൽകുന്നതിനോടുള്ള ബന്ധത്തിൽ ത്രിയേക ദൈവത്തെ നാം കാണുന്നു. So in regards to creation, we see the triunity of God. In giving away the gifts unto the church, the spiritual gift, we again see the triunity of God. നമുക്ക് ഒരുക്കപ്പെട്ട രക്ഷയെക്കുറിച്ച് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. We read about the salvation which has been prepared for us in the scriptures. ആ ഒരുക്കപ്പെട്ട രക്ഷയിലും ത്രിയേക ദൈവത്തിന്റെ പങ്ക് വളരെ വ്യക്തമായി തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. And about the prepared salvation, we see the the working of the triune or the triunity of God. നമുക്കറിയാം പിതാവ് പുത്രനെ ക്രൂശിൽ മരിക്കാനായിട്ട് ലോകത്തിലേക്ക് അയച്ചു എന്ന് പഴയ നിയമത്തിൽ മനസ്സിലാക്കാം. പ്രത്യേകിച്ച് യോഹന്നാൻ 3:16 ആ വാക്യം വളരെ വ്യക്തമായിട്ട് അത് പഠിപ്പിക്കുന്നുണ്ട്. In the Old Testament, through the Old Testament, and on with Gospel of John 3:16, we see God the Father sending God the Son to be on the cross for salvation. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവന് നശിക്കാതെ നിത്യജീവൻ പ്രാപിക്കാൻ പിതാവ് ആ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. So that the world should not get perished, he sends forth his only begotten sons for salvation. അങ്ങനെ അയക്കപ്പെട്ടവനായി വന്ന പുത്രനാണ് പിന്നെ രക്ഷ ഒരുക്കി കാൽവറിയിൽ ജീവൻ തന്നത്. The one who came as the one who is being sent, the Lord Jesus Christ, goes on to the cross and he prepares the salvation. അപ്പോൾ പിതാവിന്റെ റോൾ അവിടെയുണ്ട്, പുത്രന്റെ റോൾ അവിടെയുണ്ട്. There is the definitive role of God the Father and God the Son in that salvation. ഇന്ന് ലോകത്തോട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി ഈ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന ശുശ്രൂഷ ആ ദൈവിക തൃത്വത്തിലെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. Today, the Spirit of God, the Holy Spirit, is the one who convicts of the sin, talks about the righteousness and judgment, and then bringing persons to salvation. That is the present ministry of the Spirit of God. അപ്പം ദൈവം ഇത് പ്ലാൻ ചെയ്ത് അത് ഒരുക്കി ഇന്ന് മനുഷ്യൻ അനുഭവിക്കാൻ കഴിയത്തക്ക വിധം ആയതിൽ ദൈവിക തൃത്വത്തിലെ 3 വ്യക്തികളും പ്രവർത്തിക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. So what we understand is that great salvation which was being planned, executed, and today we are benefiting or we are being able to have it. We find the role and the work of the triune God in that great salvation. ഈ രക്ഷയെക്കുറിച്ച് ഇപ്പം അവിടെ ഉപയോഗിച്ച ഒരു പ്രത്യേക പദം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഗ്രേറ്റ് സാൽവേഷൻ. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, സോ ഗ്രേറ്റ് സാൽവേഷൻ. See, the salvation, its significance is mentioned in Hebrews chapter 2, such a great salvation. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിലാണ് നമ്മൾ ആ പദം വായിക്കുന്നത്, സോ ഗ്രേറ്റ് സാൽവേഷൻ. Hebrews chapter 2 verses 3 and 4, we see about the mentioning of so great a salvation. എന്തുകൊണ്ടാണ് ഈ രക്ഷയെ ഇത്ര വലിയ രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത്? Why is this salvation being mentioned, so great a salvation? അതിന്റെ 3 കാരണങ്ങൾ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെയും തത്വമാണ് നാം കാണുന്നത്. Of those 3 things, the mentioning why is it great salvation, we find 3 reasons. We find it in there, and there we find the triunity of God. നമുക്കതൊന്ന് വായിക്കാം. Hebrews chapter 2 verses 3 and 4. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും, അപ്പൊ അവിടെ കർത്താവിനെ കുറിച്ച് കണ്ടു, ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും സാക്ഷി നിന്നു. 3 പരിശുദ്ധാത്മാവിനെ നൽകി സാക്ഷ്യപ്പെടുത്തി. ആ 3 വ്യക്തികളും ഈ രക്ഷയോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരിക്കുന്ന വിധങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, because of these it's so great salvation. So if you concentrate on verses 3 and 4, the latter portion of 3, it says in English, it started to be spoken by the Lord, and then we read verses 4, the starting, God also bearing the witness. The latter portion of verse 4, it says the gift of that Holy Spirit. See, because the triune God is involved is the reason why it emphasizes to say so great a salvation. അവിടെ നമുക്ക് ത്രിയേക ദൈവം ഒരുമിച്ച് പ്രവർത്തിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്.
There again, we see as to how the triune God is working together. നമ്മെ തെരഞ്ഞെടുത്ത കാര്യം ലേഖനങ്ങളിൽ പറയുന്നുണ്ട്, തെരഞ്ഞെടുത്തു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. So we see we've been elected, and we read that through the epistles. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വിശ്വാസികളോട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വ്രതന്മാരുമായവർക്ക് എന്ന് പറഞ്ഞാൽ those who are elected എന്നുള്ള അർത്ഥമാണ് അവിടെ. 1 Peter chapter 1 and verse 2, it says elect accordingly. So meaning you have been elected. ആ elected അവരെ കുറിച്ച് പറയുന്നത് 2-ാം വാക്യം ശ്രദ്ധിക്കുക, പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം. So about the elect, it says it is been done by the foreknowledge of God the Father. 2, ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ. And then it says in the sanctification of the Spirit. 3, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി. So sanctification for obedience, and then the sprinkling of the blood of Jesus Christ. അപ്പൊ അവിടെ ഇലക്റ്റഡ് ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണ്. ഈ 3 വ്യക്തിത്വങ്ങളും അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. About the elected group which is mentioned in there, it says the working of the triune God, which is God the Father, God the Spirit, and Jesus Christ the Lord. ഇനിയും ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഈ നിലയിൽ നമുക്ക് കാണാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം ഒന്നെടുക്കാം. Luke, Gospel of Luke chapter 1 and verse 35. There are many examples that we can look into it. Let's turn to Luke chapter 1. അവിടെ നമ്മള് യേശു ജനിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയുക. യേശുവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച്, ശിശുവായിട്ട് ജനിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നതാണ്. There this has been mentioning about the incarnation of Lord Jesus Christ. അവിടെ മറിയയോട് ദൈവത്തിന്റെ ദൂതൻ എന്ന് പറയുന്നത് 35-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. This is what this angel of God is saying unto Mary, and that is mentioned in verse 35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പം ഹോളി സ്പിരിറ്റിനെ കുറിച്ച് it says the Holy Spirit will come upon you. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത് പിതാവിനെ കുറിച്ചുള്ള ഒരു പരാമർശനമാണ്. There is the description of God the Father as the power of the highest will overshadow you. അതിന്റെ ഫലമായിട്ട് ജനിക്കാൻ പോകുന്നത് ആരാണ്? ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. And then it says, therefore the Holy One who is to be born will be called the Son of God. അപ്പൊ അവിടെയും ത്രിയേക ദൈവത്തിന്റെ ആ പങ്ക്, പ്രവർത്തനം, ആ ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. Again here in that, the incarnation form of Lord Jesus Christ, you see how the triune God is working together equally for that wonderful work. ഞാൻ ഒരു 2-3 റെഫറൻസ് കൂടെ തരാം. ഇപ്പോൾ എടുത്ത് വായിക്കുന്നില്ല, സമയം ആയതുകൊണ്ട് നോട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. I'm giving away Acts chapter 1 and verse 33. It's few references. Please make a note, not reading it now. അവിടെ നമുക്ക് ഈ 3 വ്യക്തിത്വങ്ങളും ചേർന്ന് വരുന്നത് കാണാനായിട്ട് കഴിയും. There again we see that one triune God together coming and working equally. Acts 20:28-ലും ഇത് നമുക്ക് കാണാനായിട്ട് കഴിയും. Acts 20 and 28 we again see the triune God coming together. 2 Corinthians 1:21 and 22 അവിടെയും ഇത് കാണാൻ കഴിയും. 2 Corinthians 1:21 and 23 we again read the same thing. എന്നാൽ ഒരു വാക്യം കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. Hebrews chapter 6 4-6. Hebrews chapter 6 verses 4-6. We'll read that and we'll close in for today. ആ വേദഭാഗത്തെ ഒരു പ്രത്യേകതയുണ്ട്. ആ വേദഭാഗത്തെ കാര്യങ്ങൾ പെട്ടെന്ന് വായിച്ചാൽ അത് രക്ഷ നഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു വേദഭാഗമാണോ എന്ന് തോന്നിപ്പോകാം. പക്ഷെ ആ ഭാഗത്തിന്റെ വിശദമായ പഠനത്തിൽ രക്ഷ നഷ്ടപ്പെടില്ല എന്ന് മനസ്സിലാക്കാം. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ആ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. If you hastily read through that portion, you might
get a thought that we might lose salvation, but that is not the case. We don't have time to go in, and that's not the subject. So we'll just ponder upon that right now. എന്നാൽ അവിടെ പറയുന്ന ആളുകളെ കുറിച്ച് പറയുന്ന 3 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച്. അതിന്റെ 4-ാം വാക്യം പറയാണ്, സ്വർഗീയ ദാനം ആസ്വദിച്ചവർ. It says in verse 4, Hebrews chapter 6 verse 4, have tasted heavenly gifts. അവിടെ ഹെവൻലി ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, സ്വർഗം നമുക്ക് തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗിഫ്റ്റ് എന്ന് പറയുന്നത് പുത്രനെ തന്നു എന്നുള്ളതാണ്. So heavenly gift, we can understand the heaven's precious gift unto us is the Lord Jesus Christ. 2, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ. And then it says become partakers of Holy Spirit. 3, ദൈവത്തിന്റെ നല്ല വചനം ആസ്വദിച്ചവർ. The starting verse of verse 5, have tasted the good word of God. അപ്പൊ അവിടെ പറയുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവര് അനുഭവിച്ച 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 പേരോടും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. So whatever these people have received, we see that it is all part of this triunity of God, God the Father, God the Son, and God the Holy Spirit, which they have enjoyed or received. അവിടെയും ഈ 3 വ്യക്തിത്വങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നു. Again, in that instance, the triune God, the triunity of God is working together. ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് ചുരുക്കം ചില വാക്യങ്ങൾ മാത്രമേ എടുത്ത് കാണിച്ചുള്ളൂ. ഇനിയും ധാരാളം വേദഭാഗങ്ങള് ഈ 3 വ്യക്തിത്വങ്ങളുടെ ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. See, I've just pointed out to you a few instances, a few verses where the triunity of God has worked together. Just given you few examples tonight. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് ബൈബിളിൽ ഏകം എന്ന് പറയുന്നതിനകത്ത് ഒരു ബഹുത്വം ഉണ്ടെന്ന് ഉള്ളത് ബൈബിൾ വെളിപ്പെടുത്തുന്ന ഒരു സത്യമാണ്. So what we studied in the last class was when there is the oneness, in that oneness there is that plurality, and we understood that from the last class. എന്നാൽ ഇന്ന് നാം ബൈബിളിലെ ചില വേദവാക്യങ്ങളിലൂടെ കണ്ടത് ദൈവത്തെ സംബന്ധിച്ചുള്ള ആ ഏകത്വത്തിലെ ബഹുത്വം എന്ന് പറയുന്നത് കൃത്യമായി 3 വ്യക്തികൾ ചേർന്നതാണ്. അത് വെളിപ്പെടുത്തുന്ന അനേക വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് തിരുവെഴുത്തിലൂടെ കണ്ടത്. So in today what we understood in the God of Bible, the plurality is 3 persons, and we looked into many verses which were pointing out to that same understanding. ഇനി ഈ 3 വ്യക്തിത്വങ്ങളൂടെ ചേർന്ന ഒന്ന് എന്ന് പറയുമ്പോൾ ഈ 3 സെപ്പറേറ്റ് ആയിട്ട് എടുത്തും പൂർണ്ണ ദൈവമാണെന്നുള്ളതും ദൈവത്വത്തിന്റെ സകല ആട്രിബ്യൂട്ട്സും ഉണ്ടെന്നുള്ളതും തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് തുടർ ക്ലാസ്സുകളിൽ അതും അല്പം ചിന്തിക്കാനായിട്ട് സമയമെടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. So in the days to come ahead, we'll try and understand that these 3 persons are persons in themselves and completely God in themselves, and have got all the attributes. God willingly, we'll be able to ponder upon these thoughts and understanding in days to come ahead. നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാം. ദൈവം അനുവദിച്ചാൽ വീണ്ടും അടുത്ത ആഴ്ച കാണാം. Let's close down today, and God willingly we shall meet again next week.